തെളിച്ചിന് പോത്താ കൊണ്ടുപോയി കൂട്ടി നല്ല ചങ്ങായിമാരെ നമ്മളിന്ന് എത്തിയിട്ടുള്ളത് വാണിയംകുളം ചന്തയിലാണ്. വാണിയംകുളം ചന്ത കേരളത്തിലെ ഏറ്റവും വലിയൊരു ചന്തയാണ്. അത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്തിനടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. എല്ലാ ആഴ്ചയിലും വ്യാഴാഴ്ച ദിവസമാണ് പ്രവർത്തിച്ചു വരുന്നത്. ഈ ആഴ്ചയിൽ ഒരുപാട് വളർത്തൂട്ടികൾ എത്തിയിട്ടുണ്ട്. സാധാരണ ആഴ്ചകളിൽ ഉണ്ടാവാറുള്ള അത്ര കന്നുകാലികൾ ഈ ആഴ്ച എത്തിയിട്ടില്ല. അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന കന്നുകൾ ഈ ആഴ്ച കുറവാണുള്ളത്. മറ്റത് ഈ ഭാഗത്തൊക്കെ ഫുള്ളായിട്ട് കന്നുകളായിരിക്കും. ആളുകൾക്ക് നടക്കാൻ തന്നെ സ്ഥലം ഉണ്ടാവില്ല, അത്രയധികം കന്നുകളെ തിങ്ങിക്കെട്ടിയിട്ടുണ്ടാവും. ഇവിടെ ഈ ഭാഗത്തൊക്കെ ഒരുപാട് സ്ഥലമുണ്ട്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കന്നുകൾ വളരെ കുറവാണ് ഈ ആഴ്ച ചന്തയിലേക്ക് എത്തിയിട്ടുള്ളൂ. പെരുന്നാൾ കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ആഴ്ചയാണ്. വഴിയിലെ തടസ്സവും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കന്നുകാലികളൊക്കെ കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ട്, വഴിയിലെ തടസ്സം, ഗുണ്ടാപിരിവ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചന്തയിൽ കച്ചവടക്കാർ പറയുന്നത്. കന്നുകൾ വരാത്തത് അതുകൊണ്ടാണ് എന്നാണ് പറയുന്നത്. വളരെ കുറച്ച് കന്നുകളെ എത്തിയിട്ടുള്ളൂ. 4-5 ലോഡ് കന്നുകൾ ഇതപ്പോൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. മറ്റത് വണ്ടികൾ നിറഞ്ഞു നിൽക്കുകയായിരിക്കും ചന്തയുടെ ഉൾഭാഗത്ത്. പുറത്ത് ഉള്ളിലേക്ക് കയറ്റാൻ സ്ഥലമില്ലാതെ പുറത്ത് ലീഡിങ്ങിലും വരിയായിട്ട് നിർത്തിയിട്ടുണ്ടാവും. ഈ ആഴ്ച അത്ര തിരക്ക് കാണുന്നില്ല. പുറത്തൊന്നും വണ്ടികളൊന്നും അങ്ങനെ കാണുന്നില്ല. ഉള്ളിൽ കയറിയിട്ടുള്ള ആ ഒരു 4-5 വണ്ടികളെ ഉള്ളിൽ കാണുന്നുള്ളൂ. ഇനി വൈകിട്ട് ലോഡുകൾ എത്തുമെന്നറിയില്ല. ഇതുവരെ ചന്തയിൽ കന്നുകാലികൾ വളരെ കുറവാണുള്ളത്. ഇവിടെ ഈ ഭാഗത്ത് 2 കാളകളെ കൊണ്ടുവന്നിട്ടുണ്ട്. കാങ്കേയത്തിൻ്റെ കിണത്തിൽപ്പെട്ടുള്ള 2 കാളകൾ. ഏകദേശം ഒരു 70 കിലോ 100 കിലോ ആ റേഞ്ചൊക്കെ മീറ്റ് കിട്ടുന്ന രീതിയിലുള്ള 2 കാളകളാണ്. ഈ കാണുന്ന കാളകൾക്കൊക്കെ ചന്തയിൽ ചോദിക്കുന്ന വില 38,000 രൂപ, അതേപോലെ 45,000, 48,000 ആ റേഞ്ചൊക്കെയാണ് ചന്തയിൽ വില ചോദിക്കുന്നത്. കന്നുകാലികൾ കുറവായതുകൊണ്ട് തന്നെ ഉള്ള കന്നുകൾക്ക് നല്ല രീതിയിൽ ചന്തയിൽ വില ചോദിക്കുന്നുണ്ട്. ഇവിടെ ഈ ഭാഗത്ത് ഒരു 2 കന്നുകളെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നാട്ടിൻ പുറത്ത് വളർത്തി വലുതാക്കിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള കന്നുകളാണ്. ഇതും ഏകദേശം ഒരു 70-80 ആ റേഞ്ചൊക്കെ മീറ്റ് കിട്ടുന്ന രീതിയിലുള്ള ഒരു കന്നാണ്. മറ്റത് ഏകദേശം ഒരു 90-100 ആ റേഞ്ച് മീറ്റ് കിട്ടാൻ ചാൻസ് ഉള്ള ഒരു കന്നാണ്. അങ്ങനെ 2 കന്നുകളാണ് ഇത് അവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ഈ കാണുന്ന കന്നുകളും ഏകദേശം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 38-40 ആ റേഞ്ച് ഒരെണ്ണം ചോദിക്കുന്നുണ്ട്. ഒരെണ്ണം ഏകദേശം 45-48 ആ റേഞ്ച് ഒരെണ്ണം മറ്റതും ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു വലിയൊരു കന്നിനെ പിടിച്ചിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 100 കിലോൻ്റെ അടുത്ത് മീറ്റ് കിട്ടുന്ന രീതിയിലുള്ള ഒരു കന്നാണ്. 100ൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവുള്ളൂ, 100ൻ്റെ മുകളിൽ ഉണ്ടാവില്ല, കാഴ്ചക്കില്ല. ഈ കാണുന്ന കന്നിന് ചോദിച്ച വില 48,000 രൂപയാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു കന്നിനെ കെട്ടിയിട്ടുണ്ട്. ആ വെള്ള നിറത്തിലുള്ള കന്ന് ഇനിയും വളരാനൊക്കെ ഉണ്ട്. ഒരു കൊല്ലം കൂടിയൊക്കെ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ വളരുന്നൊരു കന്നാണ്. ഈ കാണുന്ന കന്നിന് 37,000 രൂപയാണ് ചന്തയിൽ ചോദിച്ചത്. ലാസ്റ്റ് 36-ന് തരാമെന്ന് പറഞ്ഞു. ഇതും ഏകദേശം ഒരു 65-70 ആ റേഞ്ചൊക്കെ മീറ്റ് തന്നെ ഉണ്ടാവുള്ളൂ. വളർത്താൻ പറ്റും. ഒരു കൊല്ലം കൂടെയൊക്കെ നിർത്തിയാൽ നല്ല രീതിയിൽ വളരുന്ന രീതിയിലുള്ള ഒരു കന്നാണ്. കാങ്കേയത്തിൻ്റെ ഒക്കെ ഒരു ക്രോസ് ബ്രീഡ് എന്ന് വേണമെങ്കിൽ പറയാം. അത്യാവശ്യം ക്വാളിറ്റി ഒക്കെ ഉണ്ട്. വളർത്തുന്നവർക്കൊക്കെ ഒരു കൊല്ലമൊക്കെ നിർത്താൻ പറ്റും. ഏകദേശം 2 വയസ്സിനോട് അടുപ്പിച്ച് പ്രായം ആയിട്ടുണ്ട്. 2 വയസ്സ് പല്ല് പിടിച്ച് നോക്കിയിട്ടില്ല. നമ്മുടെ കാഴ്ചയിൽ ഏകദേശം ഒരു 2 വയസ്സിനോട് അടുപ്പിച്ച് പ്രായം തോന്നിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു കന്നിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നാട്ടിൻ പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ടുള്ളൊരു കന്നാണ്. ഇതും ഏകദേശം ഒരു 80-85 ആ റേഞ്ചൊക്കെ മീറ്റ് കിട്ടാൻ ചാൻസ് ഉള്ള ഒരു കന്നാണ്. നമ്മുടെ കാഴ്ചപ്പാടിൽ ഒരു 80-85 ആ റേഞ്ചൊക്കെ മീറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഈ കാണുന്ന കന്നിന് ചന്തയിൽ 48,000 രൂപയാണ് ചോദിച്ച വില. നമ്മുടെ കാഴ്ചപ്പാടിലൊരു 35 രൂപ വരെയൊക്കെ മാക്സിമം കൊടുക്കാനുള്ളതുണ്ട്. 48 രൂപയാണ് ചന്തയിൽ ചോദിച്ച വില. പെരുന്നാൾ കഴിഞ്ഞത് കച്ചവടക്കാർ അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. അത്ര വിലയാണ് പറയുന്നത്. പെരുന്നാളിൻ്റെ അതേ വിലയ്ക്ക് തന്നെയാണ് ഇപ്പോഴും കന്നുകാലികൾക്ക് വില ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പെരുന്നാൾ കഴിഞ്ഞത് അവരറിഞ്ഞിട്ടില്ല എന്നാണ് തോന്നുന്നത്. ഇവിടെ ഈ ഭാഗത്ത് ഒരുപാട് കന്നുകളെ കെട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ഒറീസ ഭാഗത്തു നിന്നൊക്കെ വരുന്ന കന്നുകളാണ്. കന്നുകളെയൊക്കെ മൂക്കയറില്ലാതെയൊക്കെ അഴിച്ചുവിട്ട് വളർത്തുന്ന രീതിയിലുള്ള കന്നുകളാണ്. ഇതിനൊക്കെ ചന്തയിലേക്ക് പിടിച്ചു കൊണ്ടുവരുമ്പോൾ അല്ലെങ്കിൽ വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇതിൻ്റെ കഴുത്തിൽ കയറുക. അഴിച്ചുവിട്ട് വളർത്തുന്ന രീതിയിലുള്ള കന്നുകളാണ്. ഒറീസ കന്നുകൾ അല്ലെങ്കിൽ പട്ടിക്കന്നുകൾ, നാനോ കന്നുകൾ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള മീറ്റ് പർപ്പസിന് പോകുന്ന കന്നുകാലികളെയൊക്കെയാണ് ഇവിടെ ഈ ഭാഗത്തൊക്കെ കെട്ടിയിട്ടുള്ളത്.
ഏകദേശം 35,000 രൂപ മുതൽ 60,000 70,000 രൂപ വരെയൊക്കെ വില ചോദിക്കുന്ന രീതിയിലുള്ള കന്നുകൾ വന്നിട്ടുണ്ട്. മീറ്റ് പർപ്പസിന് പോകുന്ന കന്നുകളാണ്, വളർത്താൻ പറ്റിയ ക്വാളിറ്റിയുള്ള കന്നുകളൊന്നുമല്ല. എല്ലാം ഇതേപോലെയുള്ള കന്നുകളാണ്, മൂക്കയർ ഇല്ലാത്ത കന്നുകളാണ് കൂടുതലായിട്ടുള്ളത്. എല്ലാം അഴിച്ചു വിട്ട് വളർത്തുന്ന രീതിയിലുള്ള കന്നുകളാണ്. ഇവിടെ ഈ ഒരു ലൈനിൽ കെട്ടിയ കന്നുകൾക്ക് മാത്രമാണ് മൂക്കയർ കാണുന്നുള്ളൂ. ബാക്കി എല്ലാ കന്നുകൾക്കും വെറുതെ മോന്തക്കയർ ഇങ്ങനെ ചൂടി കെട്ടിയിട്ടുള്ളൂ. അതൊക്കെ അഴിച്ചു വിട്ട് വളർത്തുന്ന രീതിയിലുള്ള കന്നുകളാണ്. ചന്തയിൽ ഇതിന് കച്ചവടക്കാർ പട്ടിക്കന്നുകൾ അല്ലെങ്കിൽ നാനോ കന്നുകൾ എന്നൊക്കെയാണ് പറയാറുള്ളത്. കറക്റ്റ് ഏത് ബ്രീഡാണെന്ന് നമുക്കും അറിയില്ല. ചന്തയിൽ ആളുകൾ പറയുന്ന പേരുകൾ നമ്മൾ പറഞ്ഞു എന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ഇവിടെ കുറച്ച് വലിയ കാളകളെ കെട്ടിയിട്ടുണ്ട്. ഇതിന് ചന്തയിൽ ഓങ്കോൾ ബ്രീഡ് അല്ലെങ്കിൽ ആന്ധ്ര കന്ന് എന്നൊക്കെയാണ് ചന്തയിൽ പറയാറുള്ളത്. അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള കന്നുകളാണ്. ഏകദേശം 80 രൂപ മുതൽ 1 ലക്ഷം രൂപ 1,10,000 രൂപ റേഞ്ചൊക്കെ വില ചോദിക്കുന്ന രീതിയിലുള്ള വലിയ കന്നുകളാണ്. നേരിട്ട് കാണുമ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് വലുപ്പം അറിയുള്ളൂ. വീഡിയോയിൽ എത്രത്തോളം വലുപ്പം തോന്നിക്കുന്നുണ്ടെന്ന് അറിയില്ല. കാഴ്ചയിൽ അത്യാവശ്യം നല്ല രീതിയിൽ വലുപ്പമുള്ള വലിയ കന്നുകളാണ്. ഒരു 250-300 ആ റേഞ്ചൊക്കെ മീറ്റ് കിട്ടാവുന്ന രീതിയിലുള്ള കന്നുകളാണ്. 250ൻ്റെ മുകളിൽ എന്തായാലും മീറ്റ് കിട്ടും. ഇവിടെ ഈ ഭാഗത്ത് ഒരുപാട് വളർത്ത് കാളക്കുട്ടികളെ കൊണ്ടുവന്നിട്ടുണ്ട്. പെരുന്നാൾ കഴിഞ്ഞപ്പോൾ കാളക്കുട്ടികൾ ധാരാളമായിട്ട് ഇപ്പോൾ ചന്തയിൽ വരുന്നുണ്ട്. ചെറുതും വലുതൊക്കെ ഉണ്ട്. ഏകദേശം ഒരു 6 മാസം പ്രായം തുടങ്ങിയിട്ടുള്ള കന്നുകൾ മുതൽ ഏകദേശം ഒരു വയസ്സ് 1.5 വയസ്സൊക്കെ പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള വളർത്തുകുട്ടികൾ വരെ ചന്തയിൽ വന്നിട്ടുണ്ട്. ഈ കൂട്ടത്തിൽ ഹോങ്കോളിൻ്റെ ക്രോസ് ബ്രീഡ് ഉണ്ട്, അതേപോലെ തന്നെ ജേഴ്സി ക്രോസ് ഉണ്ട്, കാങ്കേയം ക്രോസ് ഉണ്ട്. ഇതൊക്കെ അത്യാവശ്യം വലുപ്പത്തിലുള്ള കന്നുകളാണ്. ഏകദേശം ഒരു 10 മാസം മുതൽ 1 വയസ്സിന് മുകളിൽ വരെ പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള കന്നുകളാണ് ഈ കൂട്ടത്തിൽ കാണുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ഇവിടെയും ഒരു ലൈനിൽ വരിയായിട്ട് വളർത്തുകുട്ടികളെ കെട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ഏകദേശം ഒരു 6 മാസം മുതൽ 8 മാസം 9 മാസം വരെയൊക്കെ പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള കുട്ടികളാണ് ഈ കൂട്ടത്തിൽ കാണുന്നത്. ഈ കൂട്ടത്തിലും കാങ്കേയത്തിൻ്റെ ബ്രീഡ് ഉണ്ട്, ഓങ്കോളിൻ്റെ ബ്രീഡ് ഉണ്ട്. അങ്ങനെ പല ബ്രീഡപ്പെട്ടിട്ടുള്ള പല വലുപ്പത്തിലുള്ള കുട്ടികളെയും വരിയായിട്ട് കെട്ടിയിട്ടുണ്ട്. ഓരോരോ കുട്ടികൾക്ക് ഓരോരോ വിലകളാണ് അവർ ചോദിക്കുന്നത്. ഈ കൂട്ടത്തിൽ കാണുന്ന കുട്ടികൾക്ക് ഏകദേശം 16,000 രൂപ മുതൽ 24,000 25,000 രൂപ വരെയൊക്കെയാണ് ഈ കൂട്ടത്തിൽ കാണുന്ന കുട്ടികൾക്ക് വില ചോദിക്കുന്നത്. നമ്മൾ നേരത്തെ കാണിച്ചത് കുറച്ചുകൂടി വലുപ്പമുള്ള കുട്ടികളാണ്. ആ കാണുന്ന കുട്ടികൾക്ക് നമ്മൾ നേരത്തെ കാണിച്ച കുട്ടികൾക്കൊക്കെ ഏകദേശം 24,000 രൂപ മുതൽ 32,000 രൂപ വരെയൊക്കെയാണ് വില ചോദിക്കുന്നത്. ഓരോ കുട്ടികളുടെ ക്വാളിറ്റിക്കും വലുപ്പത്തിനും അനുസരിച്ചിട്ട് വിലയിൽ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. ക്വാളിറ്റിയുള്ള കുട്ടികൾ ഏകദേശം ഒറിജിനൽ ബ്രീഡൊക്കെ തോന്നിക്കുന്ന രീതിയിലുള്ള കുട്ടികൾക്കൊക്കെ നല്ല രീതിയിൽ വിലയാണ് ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കൂട്ടത്തിലും ഒരു 2-3 കാങ്കേയത്തിൻ്റെ ബ്രീഡപ്പെട്ടുള്ള കുട്ടികളുണ്ട്. ഒരു കാങ്കറേജിൻ്റെ ഒക്കെ ഒരു ക്രോസ് ബ്രീഡപ്പെട്ടുള്ള ഒരു കുട്ടിയുണ്ട്. അങ്ങനെ പല ബ്രീഡപ്പെട്ടുള്ള കുട്ടികളുണ്ട്. കൂടുതലും കാളക്കുട്ടികളാണ് ചന്തയിൽ എത്തിയിട്ടുള്ളത്. നമ്മളിപ്പോൾ കാണിച്ചതൊക്കെ കൂടുതലും കാളക്കുട്ടികളാണ്. പശുക്കുട്ടികൾ ഇതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് അവിടെ ആ ഭാഗത്ത് കെട്ടിയിട്ടുണ്ട്. ഈ കാണുന്നത് ഒരു പോത്തിൻകുട്ടിയാണ്. തെളിക്കൊക്കെ പറ്റുന്ന രീതിയിലുള്ള കാളപ്പൊട്ട് മത്സരങ്ങൾക്കൊക്കെ പറ്റുന്ന രീതിയിലുള്ള ഒരു പോത്തിൻകുട്ടിയാണെന്നാണ് അവർ പറയുന്നത്. അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയില്ല. കാളപ്പൂട്ടിനൊക്കെ ആളുകൾ ഓരോരോ ലക്ഷണങ്ങളൊക്കെ നോക്കിയിട്ടാണ് മേടിക്കാറുള്ളത്. ആ ലക്ഷണങ്ങളൊക്കെ അതിലുണ്ടോ ഇല്ലെന്ന് നമുക്കറിയില്ല. അവർ കാളപ്പൂട്ടിനൊക്കെ പറ്റുമെന്ന് പറയുന്നുണ്ട്. ഇവിടെ ഈ ലൈനിലും കുറച്ച് വളർത്തുകുട്ടികളെ കെട്ടിയിട്ടുണ്ട്. ധാരാളം വളർത്തുകുട്ടികൾ ഈ ആഴ്ച ചന്തയിലേക്ക് എത്തിയിട്ടുണ്ട്. ചന്തയിൽ ഇതുവരെ എത്തിയിട്ടുള്ള വളർത്ത് കാളക്കുട്ടികളെ മാത്രമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളൂ. ഒരുപാട് വളർത്താൻ പറ്റിയ രീതിയിലുള്ള കിടിലൻ പോത്തിൻകുട്ടികൾ എത്തിയിട്ടുണ്ട്. പോത്തിൻകുട്ടികളെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഈ ഭാഗത്ത് നാട്ടിൻ പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ടുള്ള കന്നുകാലികളെ വിൽക്കുന്ന ഒരു ഏരിയയാണ്. ഈ ഭാഗത്തും തിരക്ക് കുറവാണ്. വളരെ കുറച്ച് കന്നുകാലികളെ ഈ ഭാഗത്തും കാണുന്നുള്ളൂ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൂടുതലും കാളകളെയും കാളക്കുട്ടികളെയും മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മറ്റ് കന്നുകാലികളെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ നമ്മൾ ഉടൻ തന്നെ സംപ്രേഷണം ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോക്ക് ഒരു ലൈക്ക് തരാൻ മടിക്കണ്ട. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും അത് കമന്റിലൂടെ രേഖപ്പെടുത്തുക. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഈ പേജ് ഫോളോ ചെയ്യാനും മടിക്കണ്ട. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.